Today, our topic is terminologies used in ultrasonic testing method. And the first one is a frequency. You know what is a frequency? It is the number of cycles per unit time. And its unit is in hertz. ഇപ്പോൾ നമുക്ക് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സൗണ്ട് വേവ്സ് ആണ്. അപ്പോൾ ആ സൗണ്ട് വേവ്സിൻ്റെ ഫ്രീക്വൻസി, വെലോസിറ്റി, വേവ് ലെന്ത് തുടങ്ങിയ പാരാമീറ്റേഴ്സൊക്കെ നമുക്ക് അറിയണം. സോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ എത്ര സൈക്കിൾസ് ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ദെൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പീഡ് ഓഫ് ദ സൗണ്ട് വേവ്. ഹൗ ക്വിക്ക് ദ സൗണ്ട് ട്രാവൽസ് ആൻഡ് ദ യൂണിറ്റ് ഈസ് മെഷേർഡ് ഇൻ മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ദ വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് longitudinal, transverse and surface waves depends on the density of the material. അപ്പോൾ മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി ആശ്രയിച്ചിരിക്കും എന്ത് ലോങ്ങിറ്റ്യൂഡിനലിൻ്റെയും ട്രാൻസ്വേഴ്സിൻ്റെയും അതുപോലെ സർഫസ് വേവിൻ്റെയും വെലോസിറ്റി. അപ്പോൾ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ മൂന്ന് വേവ്സിൻ്റെയും വെലോസിറ്റി എന്ന് പറയുന്നത് ആ മെറ്റീരിയലിനെ ആശ്രയിച്ചിരിക്കും. എന്നാൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ ഇവിടെ നമുക്ക് വെലോസിറ്റി ഓഫ് ദ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്, വെലോസിറ്റി ഓഫ് ദ ട്രാൻസ്വേഴ്സ് വേവ്, വെലോസിറ്റി ഓഫ് ദ സർഫസ് വേവ്, ഇത് മൂന്നും നമുക്ക് ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി, ദെൻ ജി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി, റോ ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ, മ്യൂ എന്ന് പറയുന്നത് പോയ്സൺസ് റേഷ്യോ. അങ്ങനെയെങ്കിൽ ആ പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ കൂടെ കടന്ന് ഒരു ലോങ്ങിറ്റ്യൂഡിനൽ വേവ് പോവുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. ദെൻ ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം, അതിൻ്റെ വെലോസിറ്റി നമുക്ക് ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഷിയർ സർഫസ് വേവ്സ് ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി നമുക്ക് 0.9 ഇൻറ്റു ട്രാൻസ്വേഴ്സ് വേവ് എന്ന രീതിയിൽ കണ്ടുപിടിക്കാം. ദെൻ വേവ് ലെന്ത് ആണ്. വേവ് ലെന്ത് പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് മെഷേർഡ് ബിറ്റ്വീൻ ടു ക്രസ്റ്റ് ഓർ ടു ട്രഫ്. അപ്പോൾ ദ ഡിസ്റ്റൻസ് റിക്വയർഡ് ടു കംപ്ലീറ്റ് എ സൈക്കിൾ എന്നാണ് നമുക്ക് വേവ് ലെന്ത് എന്ന് പറയുന്നത്. നമ്മൾ ലാംഡ എന്ന് പറയുന്ന ഗ്രീക്ക് ലെറ്റർ കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ മീറ്റർ ഓർ mm. ഇതിന് ഈ കാണുന്നത് ഒരു ആനിമേഷനാണ്. ഇവിടെ നമുക്ക് രണ്ട് വേവുകളുണ്ട്. ഒന്ന് വേവ് ലെന്ത് കുറഞ്ഞ വേവും വേവ് ലെന്ത് കൂടിയ വേവും. അതുപോലെ തന്നെ ഇവിടെയും കാണിക്കുന്നത് തന്നെയാണ്, വേവ് ലെന്ത് കൂടിയതും വേവ് ലെന്ത് കുറഞ്ഞതും. നമുക്കിനി വേവ് ലെന്ത്, അതുപോലെ തന്നെ ഫ്രീക്വൻസി, അതുപോലെ തന്നെ വെലോസിറ്റി, ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ കാണണം. ദ വേവ് ലെന്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി ഓഫ് ദ വേവ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ്. സോ നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ലാംഡ ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ദ സൗണ്ട് വേവ് ഡിവൈഡ് ബൈ ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് വേവ്. ദെൻ അടുത്ത ഒരു പാരാമീറ്റർ, ഒരു ടെർമിനോളജിയാണ് അക്കോസ്റ്റിക് ഇംപെഡൻസ്. The resistance offered to the propagation of an ultrasonic wave by a material is known as the acoustic impedance. അപ്പോൾ ഒരു മെറ്റീരിയൽ എടുത്താൽ ആ മെറ്റീരിയൽ അൾട്രാസോണിക് വേവിന് എന്തുമാത്രം റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്, അൾട്രാസോണിക് വേവിൻ്റെ പ്രൊപ്പഗേഷന് എത്രത്തോളം റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നു എന്നത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടൈമാണ് അക്കോസ്റ്റിക് ഇംപെഡൻസ് ഇസഡ്. ദെൻ ഇസഡ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഇൻറ്റു സൗണ്ട് വേവ്, സൗണ്ട് വെലോസിറ്റി ഇൻ ദ മെറ്റീരിയൽ. അപ്പോൾ അക്കോസ്റ്റിക് ഇംപെഡൻസ് ഇസഡ് ഈക്വൽ ടു റോ ഇൻറ്റു വി. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ, വി എന്ന് പറഞ്ഞാൽ സൗണ്ട് വെലോസിറ്റി ഇൻ ദ മെറ്റീരിയൽ. ദെൻ എയർ ഹാസ് വെരി ലോ ഇംപെഡൻസ് വാല്യൂ വിത്ത് വാട്ടർ ബീങ് റിലേറ്റീവ്ലി ഹയർ. ദെൻ അലുമിനിയം ആൻഡ് സ്റ്റീൽ ഹാവ് സ്റ്റിൽ ഹയർ ഇംപെഡൻസ് വാല്യൂ. അപ്പോൾ എയറിൻ്റെ ആയാലോ വാട്ടറിൻ്റെ ആയാലോ അലുമിനിയത്തിൻ്റെ ആയാലോ സ്റ്റീലായാലോ ആ മെറ്റീരിയലിൻ്റെ ഈ ഇംപെഡൻസ് വാല്യൂ എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. ദെൻ വാട്ടർ ഹാസ് വൺ ഇംപെഡൻസ് വാല്യൂ ആൻഡ് സ്റ്റീൽ അതർ. അതായത് വാട്ടറിൻ്റെ ഒരു ഇംപെഡൻസ് വാല്യൂ ആയിരിക്കില്ല സ്റ്റീലിൻ്റെ, വാട്ടറിൻ്റെ ഒരു ഇംപെഡൻസ് വാല്യൂ ആണ്, സ്റ്റീലിൻ്റെ വേറൊരു ഇംപെഡൻസ് വാല്യൂ ആണ്. എന്തിനാണ് ഇതിവിടെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ മുമ്പത്തുള്ള ലെക്ചറിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ട്രാൻസ്ഡ്യൂസർ വെക്കുന്നു, നമ്മുടെ സ്പെസിമിൻ ഏതാണോ ടെസ്റ്റ് ചെയ്യേണ്ട ആ സ്പെസിമിൻ്റെ സർഫസിൽ ട്രാൻസ്ഡ്യൂസർ വെക്കുന്നു. പക്ഷേ ഇൻ ബിറ്റ്വീൻ
ട്രാൻസ്ഡ്യൂസർ ആൻഡ് സ്പെസിമെൻ നമ്മളൊരു കപ്ലൻ്റ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ആഡ് ചെയ്യും. ആ ലിക്വിഡ് എന്ന് പറയുന്നത് മേ ബി വെള്ളമാകാം, ഓയിലാകാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ട്രാൻസ്മിറ്റർ സൗണ്ട് വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആ സൗണ്ട് വേവ് ആദ്യം ഈ വെള്ളത്തിൽ കൂടെ കടന്നു പോയിട്ടാണ് ദെൻ സ്പെസിമെനിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അതിൻ്റെ ഇംപഡൻസ് വാല്യൂ ഒരു വാല്യൂ, മറിച്ച് സ്പെസിമെൻ്റെ ഇംപഡൻസ് വാല്യൂ വേറൊരു ഇംപഡൻസ് വാല്യൂ ആയിരിക്കും. സോ സൗണ്ട് വേവ് ഈ രണ്ട് മെറ്റീരിയൽ, അതായത് വെള്ളത്തിൽ കൂടെയും സ്പെസിമെനിൽ കൂടെ കടന്നു പോകണം. കടന്നു പോകുമ്പോൾ അവിടെ ഒരു ഇംപഡൻസ് മിസ്മാച്ച് ഉണ്ടാവും. മീൻസ് വെള്ളത്തിൻ്റെ ഇംപഡൻസ് വാല്യൂ ഒരു വാല്യൂ ആണ്, സ്പെസിമെൻ്റെ എന്ന് പറയുമ്പോൾ മറ്റൊരു വാല്യൂ ആണ്. അപ്പോൾ ഈ ഇംപഡൻസ് മിസ്മാച്ച് ഉള്ള ആ ഒരു ഇൻ്റർഫേസിൽ കൂടെ വേണം ഈ സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ. അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു റിഫ്ലക്ഷൻ സംഭവിക്കാം, സൗണ്ട് വേവിന് റിഫ്ലക്ഷൻ സംഭവിക്കാം, സൗണ്ട് വേവ് ട്രാൻസ്മിഷനും സംഭവിക്കാം. നമുക്ക് ലൈറ്റിന് ഇപ്പം ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത ഒരു മീഡിയത്തിലേക്ക് പോകാൻ നേരത്ത് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും സംഭവിക്കുന്ന പോലെ തന്നെ സൗണ്ട് വേവിൽ ഈ ഇംപഡൻസ് മിസ്മാച്ച്, അതായത് വെള്ളത്തിൽ നിന്ന് സ്പെസിമെനിലേക്ക്, അത് മേ ബി സ്റ്റീലാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം. അപ്പോൾ എനിവേ ആ ഒരു ആ ഇൻ്റർഫേസിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ റിഫ്ലക്ഷനും ട്രാൻസ്മിഷനും ഒക്കെ സംഭവിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ UT മെത്തേഡിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. നമുക്ക് സെൻറ്റൻസ് വായിക്കാം. വാട്ടർ ഹാസ് വൺ ഇംപഡൻസ് വാല്യൂ ആൻഡ് സ്റ്റീൽ അനദർ. സോ ഇഫ് വാട്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ കോണ്ടാക്ട് വിത്ത് സ്റ്റീൽ and sound beam is transmitted through the media, there is impedance mismatch. അപ്പോൾ സ്പെസിമിന് മുകളിൽ വെള്ളമുണ്ട്, അപ്പോൾ വെള്ളത്തിലൂടെ കടന്നു വരുന്ന സൗണ്ട് വേവ് അടുത്ത് സ്റ്റീലിൽ കൂടിയാണ് പാസ് ചെയ്യേണ്ടത്. സോ വെള്ളത്തിനൊരു ഇംപഡൻസ് വാല്യൂ, സ്റ്റീലിന് വേറൊരു ഇംപഡൻസ് വാല്യൂ. അപ്പോൾ അവിടെ ഒരു ഇംപഡൻസ് മിസ്മാച്ച് ഉണ്ട്. സോ whenever there is an impedance mismatch, partial reflection and partial transmission takes place at the boundary. ഓക്കെ, അപ്പോൾ ഈ ഇംപഡൻസ് മിസ്മാച്ച് മൂലം സൗണ്ട് വേവിനൊരു പാർഷ്യൽ റിഫ്ലക്ഷനും അതുപോലെ തന്നെ പാർഷ്യൽ ട്രാൻസ്മിഷനും ഉണ്ടാകുന്നുണ്ട്. ഇതാണ് UT മെത്തേഡിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ ലിക്വിഡ് സോളിഡ് ആയിട്ടുള്ള ആ ഇൻ്റർഫേസ് കപ്ലൻ്റ് ആഡ് ചെയ്യുമ്പോൾ ആ ഇൻ്റർഫേസിൽ മാത്രമല്ല ഉണ്ടാകുന്നത്, സ്പെസിമിനകത്ത് ഒരു ക്രായ്ക്ക് ഉണ്ട് എന്ന് കരുതുക. ആ ക്രായ്ക്കിനകത്ത് എയർ ആയിരിക്കും ഫില്ലായിട്ടിരിക്കുക. അപ്പോൾ ബാക്കി എല്ലാ പോർഷനും സ്പെസിമിൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ സൗണ്ട് വേവ് ഇങ്ങനെ കടന്നു വരുമ്പോൾ ആ മെറ്റീരിയലൂടെ കടന്നു പോകുമ്പോൾ ക്രായ്ക്ക് എത്തുമ്പോൾ ക്രായ്ക്കിനകത്ത് എയറാണ്. അപ്പോൾ അവിടെ വേറൊരു മീഡിയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു, അവിടെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. ആ റിഫ്ലക്ഷൻ ദെൻ റിസീവർ അബ്സോർബ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിസീവർ അത് സ്വീകരിച്ചിട്ട് റിസീവ് ചെയ്തിട്ടാണ് നമുക്ക് ക്രായ്ക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സിഗ്നൽ നമുക്ക് കിട്ടുക. അപ്പം അത്തരത്തിൽ ഈ ഇംപഡൻസ് മിസ്മാച്ചിങ് ഉള്ളത് മൂലമാണ് സൗണ്ട് വേവിന് റിഫ്ലക്ഷനൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ റിഫ്ലക്ഷൻ്റെ ബേസിലാണ് നമ്മൾ നമ്മുടെ പൾസ് എക്കോ മെത്തേഡ് എന്ന് പറയുന്ന ആ എക്കോ മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. അതുമാത്രമല്ല ട്രാൻസ്മിഷൻ മെത്തേഡ് എടുത്താലും എന്തു പറയുന്നു, എത്ര എമൗണ്ട് എനർജിയാണ് അപ്പുറത്തെ സൈഡിലിരിക്കുന്ന അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന റിസീവർ എന്ന് പറയുന്ന ആ ട്രാൻസ്ഡ്യൂസറിലേക്ക് കിട്ടുക എന്നുള്ളത് ഈ ക്രായ്ക്കിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ക്രായ്ക്ക് നമ്മൾ പറഞ്ഞു ഭയങ്കര വലുതാണെങ്കിൽ റിസീവറിൽ സിഗ്നൽ ഒന്നും കിട്ടത്തില്ല. കാരണം എന്നാ, ക്രായ്ക്കിൽ തട്ടി മുഴുവൻ സൗണ്ട് വേവും റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അവിടെ സൗണ്ട് വേവിനുണ്ടാകുന്ന ഈ റിഫ്ലക്ഷൻ, ട്രാൻസ്മിഷൻ തുടങ്ങിയ പ്രോപ്പർട്ടീസ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് കാരണം ഈ റിഫ്ലക്ഷനും ട്രാൻസ്മിഷനും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണം ഈ ഇംപഡൻസ് മിസ്മാച്ചിങ് ആണ്. ഓക്കെ, then the sound wave used in flow detection will be reflected back whenever there is a mismatch of acoustic impedance. നമുക്കറിയാം, നമ്മൾ സ്പെസിമിൻ എടുത്തു, അവിടെ ക്രായ്ക്ക് ഉണ്ട് എങ്കിൽ എന്ത് സംഭവിക്കുന്നു, ആ ക്രായ്ക്കിൽ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. കാരണം ക്രായ്ക്കിനകത്ത് എയർ ആണ്. സോ ഇംപഡൻസ് മിസ്മാച്ച് അവിടെ ഉണ്ടായി. അപ്പോൾ ആ ഇൻ്റർഫേസ് സോളിഡ് എയർ ഇൻ്റർഫേസിൽ തട്ടി ദെൻ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു. ഇതുപോലെ തന്നെയാണ് ബാക്ക് സൈഡ്. ആ ഒരു സ്പെസിമിൻ എടുത്തു, അതിൻ്റെ അണ്ടർ സൈഡ് എന്ന് പറയുമ്പോൾ അവിടെ തട്ടി നമ്മൾ അതിനെ ബാക്ക് വാൾ എക്കോ എന്നൊക്കെ പറയും. ഓക്കെ, ആ ബാക്ക് സൈഡിൽ തട്ടി അല്ലെങ്കിൽ അടിയിലത്തെ ആ ഒരു പോർഷനിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു. എഗെയിൻ ആ അടിയിലത്തെ ഒരു പോർഷൻ കഴിഞ്ഞ് മേ ബി അതിനപ്പുറത്ത് അല്ലെങ്കിൽ ആ ഒരു സ്പെസിമിന് താഴെ എന്ന് പറയുന്നത് എയർ ആകാം. അപ്പോൾ അതുകൊണ്ട് അവിടെയും ഒരു ഇംപഡൻസ് മിസ്മാച്ച് ഉണ്ടാകും.
ദ സർഫസ് അറ്റ് വിച്ച് ദ റിഫ്ലക്ഷൻ ഒക്കേഴ്സ് ഈസ് കോൾഡ് ആൻ ഇൻ്റർഫേസ്. അപ്പോൾ എവിടെയാണോ ആ റിഫ്ലക്ഷൻ ഒക്കർ ചെയ്യുന്നത് അതെല്ലാം ഇൻ്റർഫേസാണ്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ ഇൻ്റർഫേസ് ഉണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സ്പെസിമെൻ, ആ സ്പെസിമെൻ്റെ ടോപ്പിൽ കപ്ലൻ്റ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഉണ്ട്. അത് ഓയിലാകാം, വാട്ടർ ആകാം. അപ്പോൾ അവിടെ ലിക്വിഡും ആ സ്പെസിമെൻ എന്ന് പറയുന്നത് സോളിഡാണ്. അപ്പോൾ ആ ലിക്വിഡ് ടു സോളിഡ് ഇൻ്റർഫേസിൽ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇനീഷ്യൽ പൾസ് എന്ന് പറഞ്ഞ് ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിരുന്നു. ദെൻ അതിന് ശേഷം ക്രായ്ക്ക് ഉണ്ട് എന്ന് കരുതുക. ക്രായ്ക്കാണെങ്കിൽ ആ ക്രായ്ക്കിനകത്ത് എന്ത് സംഭവിക്കും? എയറാണ്. അപ്പോൾ അവിടെ സോളിഡും അതുപോലെ തന്നെ എയറുമാണ്. അപ്പോൾ അവിടെ എഗെയിൻ ഒരു ഇൻ്റർഫേസ് ഉണ്ടാകുന്നുണ്ട്. അതുമൂലം അവിടെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഇനി ആ സ്പെസിമെൻ്റെ ബോട്ടം സൈഡിൽ, അടിയത്തെ ഏറ്റവും ബോട്ടം സൈഡ് വെക്കുക. ആ ബോട്ടം സൈഡിൽ തട്ടി എഗെയിൻ തിരിച്ച് റിസീവറിലേക്ക് ഒരു വേവ് പോകും. അതിനെ നമ്മൾ ബാക്ക് വാൾ എക്കോ അല്ലെങ്കിൽ ബാക്ക് സൈഡ് എക്കോ എന്നൊക്കെ പറയും. അതിന് കാരണം എന്നാ, ആ ബാക്ക് സൈഡ് കഴിഞ്ഞാൽ അടുത്ത പോർഷൻ എന്ന് പറയുന്ന ആ മെറ്റീരിയൽ അല്ല, മേ ബി എയർ ആകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മെറ്റീരിയൽ ആകാം. അപ്പോൾ അതുകൊണ്ട് അവിടെയും ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് 3 റിഫ്ലക്ഷനാണ് ഉണ്ടാകുന്നത്. ഒന്ന് കപ്ലൻറ്റിൻ്റെ അവിടെ ഉണ്ടാകുന്ന കപ്ലൻറ്റ്, അതുപോലെ തന്നെ സ്പെസിമെൻ അവിടെ ഉണ്ടാകുന്ന ഒരു റിഫ്ലക്ഷൻ, ദെൻ ക്രാക്കിനുണ്ടാകുന്ന റിഫ്ലക്ഷൻ, ബാക്ക് സൈഡിലുണ്ടാകുന്ന റിഫ്ലക്ഷൻ. ഈ 3 റിഫ്ലക്ഷൻസാണ് നമുക്ക് UT മെത്തേഡിൽ ഉണ്ടാകുക. അപ്പോൾ ഈ 3 റിഫ്ലക്ഷനെയും ക്യാപ്ചർ ചെയ്യുന്ന റിസീവർ ക്യാപ്ചർ ചെയ്തിട്ടാണ് നമുക്ക് സിഗ്നൽ കിട്ടുക. ഇനിയിപ്പോൾ ക്രാക്ക് ഒരുപാടുണ്ടെങ്കിൽ ഒരുപാട് പീക്കുകൾ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഇനീഷ്യൽ പൾസ് ആൻഡ് ബാക്ക് വാൾ എക്കോ അതിനിടയ്ക്ക് കിട്ടും. അപ്പോൾ എനിവേ അത്തരത്തിൽ ഈ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമുക്ക് ക്രാക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ആ റിഫ്ലക്ഷന് കാരണം ഒരു ഇമ്പഡൻസ് മിസ്മാച്ച് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അക്കോസ്റ്റിക് ഇമ്പഡൻസ് കണ്ടുപിടിക്കുന്നതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ എമൗണ്ട് ഓഫ് എനർജി റിഫ്ലക്റ്റഡ്. അപ്പോൾ ഇമ്പഡൻസ് മിസ്മാച്ച് ഉണ്ടായാൽ ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന സൗണ്ട് വേവിൻ്റെ എനർജി എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ദ എമൗണ്ട് ഓഫ് എനർജി റിഫ്ലക്റ്റഡ് അറ്റ് ദ ഇൻ്റർഫേസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ അക്കോസ്റ്റിക് ഇംപഡൻസ് ഓഫ് 2 മെറ്റീരിയൽസ്. അപ്പോൾ 2 മെറ്റീരിയൽ, ഇപ്പോൾ വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ സോളിഡ് ആയിട്ടുള്ളൊരു സ്പെസിമെൻ, മേ ബി സ്റ്റീൽ എന്ന് കരുതിക്കോ. വെള്ളവും സ്റ്റീലും ആണെങ്കിൽ ആ ഇൻ്റർഫേസിൽ എന്തുമാത്രം റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ ആ 2 മെറ്റീരിയലിൻ്റെയും അക്കോസ്റ്റിക് ഇംപഡൻസ് വാല്യൂ അറിഞ്ഞിരിക്കണം. അപ്പോൾ എനിവേ ഇവിടെ 1 എന്ന് പറയുന്ന ഒരു മെറ്റീരിയലും 2 എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെയും ഇൻ്റർഫേസിലാണ് റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ 1ൻ്റെ ഇംപഡൻസ് അക്കോസ്റ്റിക് ഇംപഡൻസ് വാല്യൂ ആണ് Z1, 2ൻ്റെ Z2. അങ്ങനെയെങ്കിൽ എത്ര എമൗണ്ട് ആണ് ദ പെർസെൻറ്റേജ് ഓഫ് റിഫ്ലക്റ്റഡ് ഇൻറ്റൻസിറ്റി ഓഫ് ദ സൗണ്ട് ബീം, എത്ര എമൗണ്ട് സൗണ്ട് ബീം അല്ലെങ്കിൽ എത്ര ഇൻറ്റൻസിറ്റി ഉള്ള സൗണ്ടാണ് റിഫ്ലക്റ്റ് ചെയ്തത്. സോ R = ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് എത്ര എമൗണ്ട് റിഫ്ലക്റ്റ് ചെയ്തു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ദ പെർസെൻറ്റേജ് ഓഫ് ട്രാൻസ്മിറ്റഡ് ഇൻറ്റൻസിറ്റി ഓഫ് ദ സൗണ്ട് ബീം, ഇനി എത്ര എമൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യാതെ ട്രാൻസ്മിറ്റ് ചെയ്തു പോയി എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുള്ള ഇക്വേഷനാണ് T = ഈ ഇക്വേഷൻ 4 × Z1 Z2 ഡിവൈഡ് ബൈ Z1 + Z2 ദ ഹോൾ സ്ക്വയർഡ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ എത്ര എമൗണ്ട് റിഫ്ലക്റ്റ് ചെയ്തു പോയി, അതുപോലെ തന്നെ എത്ര എമൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്തു പോയി അറ്റ് ദ ഇൻ്റർഫേസ്. മേ ബി അത് ലിക്വിഡ് സോളിഡ് ഇൻ്റർഫേസ് ആകാം, അല്ലെങ്കിൽ സോളിഡ് വേപ്പർ ഗേഷ്യസ് ഇൻ്റർഫേസ് ആകാം, ഡിപ്പെൻസ്. ഇനി ഇഫ് യു കാൽക്കുലേറ്റ് ദ റിഫ്ലക്ഷൻ പെർസെൻറ്റേജ്, അതായത് നമ്മൾ R-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇഫ് യു കാൽക്കുലേറ്റ് ദ റിഫ്ലക്ഷൻ പെർസെൻറ്റേജ് ഫോർ ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ എയർ ആൻഡ് സ്റ്റീൽ, അതായത് നമ്മളൊരു സ്റ്റീൽ എടുത്തു, എയർ എടുത്തു. അപ്പോൾ എയറിനൊരു അക്കോസ്റ്റിക് ഇംപഡൻസ് വാല്യൂ ഉണ്ട് Z1, സ്റ്റീലിന് ഒരു അക്കോസ്റ്റിക് ഇംപഡൻസ് വാല്യൂ ഉണ്ട് Z2. അപ്പോൾ ഈ 2 സർഫസിൽ ഉണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം, ഇതിന് 2ൻ്റെ ഇംപഡൻസ് വാല്യൂ എടുത്തു Z1 Z2. എന്നിട്ട് നമ്മൾ അതിൻ്റെ ബേസിൽ എത്ര എമൗണ്ടാണ് ഈ എയറിനും സ്റ്റീലിനും ഇടയ്ക്കുള്ള ആ ഇൻ്റർഫേസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 99% ഓഫ് സൗണ്ട് എനർജി ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ബാക്ക്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു സ്പെസിമെൻ എടുത്തു. ആ സ്പെസിമെൻ്റെ ടോപ്പ് സർഫസിൽ ഞാനിപ്പം ഒരു ട്രാൻസ്ഡ്യൂസർ വെച്ചു എന്ന് കരുതുക. ആ കപ്ലൻ്റ് എല്ലാം ഉണ്ട്.
എന്നിട്ട് ഈ മെറ്റീരിയലിൻ്റെ ബാക്ക് സൈഡ്, മെറ്റീരിയലിനകത്ത് ക്രായ്ക്കോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് കരുതുക. മെറ്റീരിയലിൻ്റെ ബാക്ക് സൈഡ്, ബാക്ക് പോർഷൻ എന്ന് പറയുമ്പം നമ്മൾ എയർ ആണ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ട്രാൻസ്ഡ്യൂസർ ഉണ്ട്, അത് കഴിഞ്ഞ് കപ്ലൻ്റ് വരുന്നു. ഞാനത് ജസ്റ്റ് ഡ്രോ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്കൊരു ട്രാൻസ്ഡ്യൂസർ ഉണ്ട്, ഇതാണ് ട്രാൻസ്ഡ്യൂസർ. ദെൻ നമുക്കൊരു ലിക്വിഡ് ഉണ്ട്. ദെൻ അതിനുശേഷമാണ് നമ്മുടെ സ്പെസിമെൻ വരുന്നത്. ദെൻ ഈ സ്പെസിമെൻ്റ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എയർ ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് സൗണ്ട് വേവ് ലിക്വിഡിൽ കൂടെ കടന്നു പോയി സ്പെസിമെനിൽ കൂടെ കടന്നു പോകുന്നു. ഇതാണ് നമ്മുടെ പ്രോസസ്സ് എന്ന് കരുതുക. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, ഇഫ് വി കാൽക്കുലേറ്റ് റിഫ്ലക്ഷൻ പെർസെൻറ്റേജ് ഫോർ ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ എയർ ആൻഡ് സ്റ്റീൽ. നമുക്കറിയാം ഇതാണ് എയറും അതുപോലെ തന്നെ സ്റ്റീലും തമ്മിലുള്ള ഇൻ്റർഫേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം നമ്മൾ ആറിൻ്റെ വാല്യൂ കണ്ടെത്തുകയാണെന്ന് കരുതിക്കോ. എയറും സ്റ്റീലിൻ്റെ കേസിൽ ആറിൻ്റെ വാല്യൂ കണ്ടെത്തുകയാണെങ്കിൽ 99.9% ഓഫ് ദ സൗണ്ട് എനർജിയും റിഫ്ലക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സ്റ്റീലിൽ കൂടെ കടന്നുപോയി ഈ ഇൻ്റർഫേസിലെത്തുമ്പോൾ 99.9% റിഫ്ലക്റ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പോർഷൻ മാത്രമേ എയറിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്നുള്ളൂ എന്ന്. ഓക്കെ, അപ്പോൾ അതാണ് 99.9% ഓഫ് സൗണ്ട് എനർജി ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ബൈ ആൻഡ് ഇറ്റ് ഈസ് ട്രൂ ഇഫ് സൗണ്ട് ട്രാവൽസ് ഫ്രം എയർ ടു സ്റ്റീൽ ഓർ സ്റ്റീൽ ടു എയർ. അപ്പോൾ എയറിൽ നിന്ന് സ്റ്റീലിലേക്കോ സ്റ്റീലിൽ നിന്ന് എയറിലേക്കോ പോകുകയെന്ന കേസിൽ 99.9% റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ടുള്ള ഗുണം എന്നാ? ഇതാണ് ബേസിക് യൂറ്റിയുടെ പ്രിൻസിപ്പിൾ. ഇവിടെ ഒരു ക്രായ്ക്ക് ഉണ്ടെന്ന് കരുതുക. ആ ക്രായ്ക്കിനകത്ത് എയർ ആണെങ്കിൽ ഈ വരുന്ന സൗണ്ട് വേവ് റിഫ്ലക്റ്റ് ചെയ്ത് മുഴുവൻ പോകും. എന്ന് പറഞ്ഞാൽ എയറിനകത്തൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത് കുറവായിരിക്കും. 99.9% റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് 99.9% റിഫ്ലക്റ്റഡ് വേവും നമുക്ക് റിസീവറിൽ കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് ക്രായ്ക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ഇൻ കേസ് ഈ എയറിൽ കൂടെ കടന്നു പോകുന്നു എന്ന് കരുതുക, അങ്ങനെ ആകുമ്പോൾ ഇത് ഈ റിഫ്ലക്റ്റ് ചെയ്യത്തില്ല. റിഫ്ലക്റ്റ് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് റിസീവറിൽ സിഗ്നൽ കിട്ടാതെ വരും. അപ്പം അതാണ് ഈ യൂറ്റിയുടെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റീല് എയർ ഇൻ്റർഫേസിൽ 99% റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്പെസിമെൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ ക്രായ്ക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ക്രായ്ക്കിൽ ഉള്ള പോർഷനിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമുക്കത് റിസീവ് ചെയ്യാനും കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഇൻ കേസ് ട്രാൻസ്മിഷൻ മെത്തേഡ് എന്ന് പറയുന്ന യൂറ്റി മെത്തേഡിൽ നമുക്ക് റിസീവറിൽ എന്ത് കിട്ടാത്തതും സിഗ്നൽ കിട്ടാത്തതും. അപ്പോൾ ഇത്തരത്തിൽ ഈ റിഫ്ലക്ഷൻ പോസിബിൾ ആകാൻ കാരണം എന്നാ, ഈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഈ ആറെന്ന വാല്യൂ സ്റ്റീലിനും എയറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 99.9% ഓക്കെ, ഇതാണ് ഈ യൂറ്റിയുടെ ബേസിക് പ്രിൻസിപ്പിൾ. ഇതിൻ്റെ ബേസിലാണ് നമുക്ക് ഈ ക്രായ്ക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഹെൻസ് ടു സെൻഡ് മാക്സിമം സൗണ്ട് എനർജി ഇൻ ടു ദ മെറ്റീരിയൽ അണ്ടർ ടെസ്റ്റ് എയർ ഫിലിം ബിറ്റ്വീൻ ദ ട്രാൻസ്ഡ്യൂസർ ആൻഡ് ദ മെറ്റീരിയൽ ഷുഡ് ബി റിമൂവ്ഡ്. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ബേസിൽ തന്നെയാണ് നമ്മൾ എന്തുകൊണ്ടാണ് കപ്ലൻ്റ് ആഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ ട്രാൻസ്ഡ്യൂസർ ഡയറക്റ്റ് സ്പെസിമെനിൽ കൊണ്ട് വെക്കുക എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ സ്പെസിമെനും ട്രാൻസ്ഡ്യൂസറിനും ഇടയ്ക്ക് എന്തുണ്ടാകും, എയർ ഗ്യാപ്പ് ഉണ്ടാകും. നമ്മൾ പറഞ്ഞു എയർ 99.9% സൗണ്ട് എനർജിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുവെന്ന്. സോ ഈ ട്രാൻസ്ഡ്യൂസർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സൗണ്ട് എനർജിനെ ആര് റിഫ്ലക്റ്റ് ചെയ്തു പോകും, എയർ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഈ മെറ്റീരിയലിലേക്ക് എന്ത് സംഭവിക്കും, സൗണ്ട് വേവ് പോകില്ല. അതുകൊണ്ടാണ് നമ്മളിവിടുത്തെ എയർ ഗ്യാപ്പിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കപ്ലൻ്റ് എന്ന് പറയുന്ന ഓയിൽ ഓർ വാട്ടർ ഇൻ ബിറ്റ്വീൻ ട്രാൻസ്ഡ്യൂസർ ആൻഡ് സ്പെസിമെൻ യൂസ് ചെയ്യാൻ കാരണം. സോ ടു സെൻഡ് മാക്സിമം സൗണ്ട് എനർജി ഇൻ ടു ദ മെറ്റീരിയൽ അണ്ടർ ടെസ്റ്റ് എയർ ഫിലിം ബിറ്റ്വീൻ ദ ട്രാൻസ്ഡ്യൂസർ ആൻഡ് ദ മെറ്റീരിയൽ ഷുഡ് ബി റിമൂവ്ഡ് ബൈ എ തിൻ ഫിലിം ഓഫ് ഓയിൽ, ഗ്രീസ്, ഗ്ലിസറിൻ ഓർ വാട്ടർ ആസ് എ കപ്ലൻ്റ്. ക്ലിയർ ആയോ? ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ മെറ്റീരിയൽ എടുക്കുമ്പോൾ അതിനകത്തുള്ള ഗ്യാപ്പ്, ആ ഗ്യാപ്പിൽ എയർ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് മാക്സിമം എമൗണ്ട് അല്ലെങ്കിൽ ഫുള്ള് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. അതായത് ഒരു പെർസെൻറ്റേജ് പോലും ട്രാൻസ്മിറ്റ് ചെയ്ത് എയറിക്കോ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ക്രായ്ക്ക് നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുന്നത്.
Okay, then the acoustic impedance of the couplant should match the transducer and the material under test. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കപ്ലൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇമ്പഡൻസ് മാച്ച് ആവുന്നതായിരിക്കണം ആരൊക്കെ ആയിട്ട് ട്രാൻസ്ഡ്യൂസറിൻ്റെയും അതുപോലെ തന്നെ മെറ്റീരിയൽ അണ്ടർ ടെസ്റ്റിൻ്റെയും. If the acoustic impedance of the crystal, couplant and material are Z1, Z2, Z3. Z1 എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പീസോ ഇലക്ട്രിക് മെറ്റീരിയലിൻ്റെ അക്കോസ്റ്റിക് ഇമ്പഡൻസ്, Z2 കപ്ലൻ്റെ അക്കോസ്റ്റിക് ഇമ്പഡൻസ്, Z3 എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ അക്കോസ്റ്റിക് ഇമ്പഡൻസ് ആണ് എങ്കിൽ നമുക്ക് റിലേഷൻ ഉണ്ട്. Z2 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് Z1 ഇൻറ്റു Z3. അപ്പോൾ Z2 ഈസിക്കൽ ടു റൂട്ട് ഓഫ് Z1 ഇൻറ്റു Z3 ആയിരിക്കണം. അപ്പോൾ നമുക്ക് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ അക്കോസ്റ്റിക് ഇമ്പഡൻസ് അറിയാം. നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട സ്പെസിമെൻ്റെ അക്കോസ്റ്റിക് ഇമ്പഡൻസ് അറിയാമെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട കപ്ലൻ്റെ അക്കോസ്റ്റിക് ഇമ്പഡൻസ് എന്താണെന്നുള്ളത് ഇതിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ടു ലൊക്കേറ്റ് സ്മോൾ ഡിസ്കണ്ടിന്യൂറ്റീസ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ ഈ ഒരു മെത്തേഡിലും എത്ര ചെറിയ അല്ലെങ്കിൽ എത്ര സ്മോൾ ആയിട്ടുള്ള ഡിഫക്റ്റുകളോ ഡിസ്കണ്ടിന്യൂറ്റീസ് കണ്ടുപിടിക്കാം എന്നുള്ളത് അതിനെ ആശ്രയിച്ചിരിക്കും സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്രാക്കുകൾ വരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ സെൻസിറ്റിവിറ്റി ജനറലി ഇൻക്രീസസ് വിത്ത് ഹയർ ഫ്രീക്വൻസി. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന അൾട്രാസോണിക് ഫ്രീക്വൻസിയുടെ ആ ഒരു വാല്യൂ, ആ ഫ്രീക്വൻസി കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് സെൻസിറ്റിവിറ്റി കൂടും. എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിഫക്റ്റുകൾ വരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. Then resolution. Resolution is the ability of the system to locate defects that are close together within the materials or located near the part surfaces. Resolution also increases with increase in frequency. അപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള, അപ്പം ഉദാഹരണം വളരെ ചെറിയ ക്രാക്കുകളാണ് അല്ലെങ്കിൽ ക്രാക്കുകൾ തന്നെ വളരെ അടുത്തിരിക്കുന്ന ക്രാക്കുകളാണ് എന്ന് കരുതുക. അപ്പോൾ ആ ഓരോ ക്രാക്കിനെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിനെയാണ് നമ്മൾ റെസല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് എത്ര ക്ലിയർ ആയിട്ട് വളരെ അടുത്തിരിക്കുന്ന ക്രാക്കുകളെ വരെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അതാണ് റെസല്യൂഷൻ. അപ്പോൾ അതും ഇപ്പോൾ ഹൈ റെസല്യൂഷനുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് ഹൈ ഫ്രീക്വൻസി ആയിരിക്കണം. ദെൻ പെനട്രേഷൻ ഡെപ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ തിക്നെസ് കൂടിയൊരു മെറ്റീരിയൽ ആണ് എങ്കിൽ ആ മെറ്റീരിയലിലൂടെ നമുക്കറിയാം സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതോറും സൗണ്ടിൻ്റെ എനർജി ഡിസിപ്പിറ്റേറ്റ് ചെയ്ത് പോകും. കാരണം കുറച്ച് മെറ്റീരിയൽ അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ തിക്നെസ് കൂടിയ ഒരു മെറ്റീരിയലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ആ മെറ്റീരിയലിൻ്റെ ഏറ്റവും അടിയിലത്തെ പോർഷനിലൊക്കെയാണ് ക്രാക്കെങ്കിൽ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അവിടെ ആ മെറ്റീരിയൽ ഫുള്ള് പെനട്രേറ്റ് ചെയ്താൽ പോകാൻ പറ്റുന്ന രീതിയിൽ അപ്പോഴും അതിൻ്റെ എനർജി നഷ്ടപ്പെടാത്ത ഒരു സൗണ്ട് വേവിനെ വേണം നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ പെനട്രേഷൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം ഡെപ്ത് ഇൻ എ മെറ്റീരിയൽ ദ ഫ്ലോസ് ക്യാൻ ബി ലൊക്കേറ്റഡ് ബൈ ദ അൾട്രാസോണിക് വേവ്സ് ഇൻ ടെസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ച് മാക്സിമം എത്ര ഡെപ്ത് വരെ ഉള്ള ക്രാക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് പെനട്രേഷൻ ഡെപ്ത്. ഓക്കെ, ദെൻ സ്കാറ്ററിങ്. സ്കാറ്ററിങ് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ബീം ഫ്രം ഇറ്റ്സ് ഒറിജിനൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അതായത് നമുക്കറിയാം നമ്മളിപ്പം സംസാരിക്കുന്നു. അപ്പോൾ ആ സംസാരിക്കുന്ന ആ ഒരു പോർഷൻ അല്ലെങ്കിൽ വായുവോട് ചേർന്നൊരു പോർഷനിൽ സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. ദെൻ ഗ്രാജുവലി ആ സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യും തോറും ആ സൗണ്ട് സ്പ്രെഡായി പോകും. സ്പ്രെഡായി സ്കാറ്റർ ചെയ്ത് പോകുന്ന മൂലം അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു പോകും. അപ്പോൾ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് ദ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ബീം ഫ്രം ഇറ്റ്സ് ഒറിജിനൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. Then absorption. Absorption is conversion of sound energy from one form to some another form. അപ്പോൾ ഒരു ഫോമിൽ നിന്ന് അടുത്ത ഫോമിലേക്ക് മാറുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് വിളിക്കുക. ദെൻ അറ്റന്യുവേഷൻ. ദ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് സ്കാറ്ററിങ് ആൻഡ് അബ്സോർപ്ഷൻ ഈസ് കോൾഡ് അറ്റന്യുവേഷൻ. അപ്പോൾ അതായത് ഒരു സൗണ്ട് വേവ് ഒരു സ്പെസിമിനിൽ കൂടെ കടന്നു പോകുമ്പോൾ സ്കാറ്ററിങ്ങും അബ്സോർപ്ഷനും സംഭവിക്കുന്നു. ഈ സ്കാറ്ററിങ് മൂലവും അബ്സോർപ്ഷൻ മൂലവും എന്ത് സംഭവിക്കുന്നു? സൗണ്ട് വേവിൻ്റെ ആ ഇൻറ്റൻസിറ്റി കുറഞ്ഞു പോവുക. വലിയ ഡെപ്ത് കൂടിയ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ആ മെറ്റീരിയലൂടെ സൗണ്ട് കടന്നു പോകും തോറും അത് സ്കാറ്റർ ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ ആ മെറ്റീരിയൽ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത് പോകുന്നു. ഇതിലൂടെ ആ സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി ഗ്രാജുവലി കുറഞ്ഞു വരിക.
In general, sound intensity diminishes with distance when it travels through a medium. നമുക്കറിയാം, നമ്മൾ സംസാരിക്കുമ്പോഴായാലും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ നമുക്കത് കേൾക്കാൻ സാധിക്കൂ. കാരണം ഗ്രാജുവലി അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. സൗണ്ട് പ്രഷർ ഓൾസോ റെഡ്യൂസ് ഡ്യൂ ടു ദ സ്പ്രെഡിങ് ഓഫ് ദ വേവ്. കാരണം നമ്മൾ സംസാരിക്കുമ്പം പാർട്ടിക്കിൾസ് ഇത് അബ്സോർവ് ചെയ്ത് പോവുകയാണ്, അത് സ്പ്രെഡ് ചെയ്ത് പോവുകയാണ്. ഒരു പോയിൻ്റിൽ നിന്നാണ് ഒരു പോയിൻ്റാണ് സോഴ്സ് എങ്കിലും സൗണ്ട് വരാൻ നേരത്ത് സൗണ്ട് സ്പ്രെഡ് ആകുന്ന സമയത്ത് അത് വൈഡ് ഏരിയയിലേക്ക് സ്പ്രെഡായി പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിയുമ്പോൾ സൗണ്ടിന് ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. അറ്റന്യൂവേഷൻ ഈസ് ജനറലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് സൗണ്ട് ഫ്രീക്വൻസി. അറ്റന്യൂവേഷൻ ഡിഫൈൻസ് ദ ഡീകേ റേറ്റ് ഓഫ് പ്രൊപ്പഗേറ്റഡ് സൗണ്ട് വേവ്. അതായത് സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്ത പോർഷനിൽ നിന്ന് അത് ട്രാവൽ ചെയ്യും തോറും അതിനുണ്ടാകുന്ന ആ ഇൻറ്റൻസിറ്റിയിലുണ്ടാകുന്ന കുറവ്, അതിനെയാണ് അറ്റന്യൂവേഷൻ എന്ന് പറയുക. ഇപ്പോൾ ഈ കാണുന്നതാണ് സൗണ്ട് ആദ്യം സോഴ്സിൽ നിന്ന് അത് ട്രാവൽ ചെയ്യാൻ നേരത്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരുന്നു. ദെൻ ട്രാവൽ ചെയ്യും തോറും ഡിസ്റ്റൻസ് കവർ ചെയ്യും തോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വന്ന് ഏറ്റവും അവസാനം അത് 0 എന്ന രീതിയിലേക്ക് പോകുന്നു. ദെൻ റിഫ്ലക്ഷൻ. നമുക്കറിയാം, ലൈറ്റ് സോഴ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ സൗണ്ട് വേവ് റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് പോകാൻ നേരത്ത് ആ അക്കോസ്റ്റിക് ഇമ്പിഡൻസിനുണ്ടാകുന്ന വ്യത്യാസം മൂലം സൗണ്ട് വേവ് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ലൈറ്റ് ക്യാൻ ബെൻഡ് ആൻഡ് മൂവ് ത്രൂ ദ മെറ്റീരിയൽ വിച്ച് ഈസ് കോൾഡ് റിഫ്ലക്ഷൻ, ഓർ ലൈറ്റ് ക്യാൻ ബൗൺസ് ഓഫ് ദ മെറ്റീരിയൽ വിച്ച് ഈസ് കോൾഡ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. നിങ്ങൾക്കറിയാം, ലൈറ്റ് ഒരു മെറ്റീരിയലിന് അടുത്ത മെറ്റീരിയലിലേക്ക് പോകാൻ നേരത്ത് അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ദെൻ ആ മെറ്റീരിയലിലൂടെ കടന്നു പോകുന്നതിനെ നമ്മൾ റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നു എന്ന് പറയും. സോ ലൈറ്റ് ക്യാൻ ബെൻഡ് ആൻഡ് മൂവ് ത്രൂ ദ മെറ്റീരിയൽ കോൾഡ് റിഫ്രാക്ഷൻ, ആൻഡ് ലൈറ്റ് ക്യാൻ ബൗൺസ് ഓഫ് ദ മെറ്റീരിയൽ കോൾഡ് റിഫ്ലക്ഷൻ. അതുപോലെ തന്നെയാണ് സൗണ്ട് വേവും. വെൻ സൗണ്ട് വേവ്സ് ട്രാവൽസ് ഇൻ എ ഗിവൺ മീഡിയം, ഇറ്റ് സ്ട്രൈക്സ് ദ സർഫസ് ഓഫ് അനദർ മീഡിയം ആൻഡ് ബൗൺസസ് ബാക്ക് ഇൻ സം അനദർ ഡയറക്ഷൻ. അപ്പോൾ ലൈറ്റ് വേവ് റിഫ്ലക്റ്റ് ചെയ്തതുപോലെ തന്നെ സൗണ്ട് വേവും റിഫ്ലക്റ്റ് ചെയ്യുന്നു. ആ ഫിനോമിനയാണ് നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. ഈ കാണുന്ന രീതിയിൽ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള സൗണ്ട് വേവ് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വന്ന് ഇടിക്കുന്നു എന്ന് കരുതുക. ഒരു മെറ്റീരിയലിൽ നിന്ന് അടുത്ത മെറ്റീരിയലിലേക്ക് പോകാൻ നേരത്ത് അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ദെൻ അതുപോലെ തന്നെ റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ θ1 എന്ന് പറയുന്നത് ഇൻസിഡൻ്റ് ആംഗിളും എഗെയിൻ ഈ θ1 എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പോഴുള്ള ആംഗിളാണ്. θ2 എന്ന് പറയുന്നത് റിഫ്രാക്റ്റ് ചെയ്ത് പോകുമ്പോഴുള്ള ആംഗിൾ. ദെൻ റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ അറ്റ് നോർമൽ ഇൻസിഡൻസ്. അതായത് നമുക്കറിയാം, നമ്മൾ രണ്ട് രീതിയിൽ ഒരു സ്പെസിമനിലേക്ക് സൗണ്ട് വേവ് കൊടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഒന്ന് നോർമലായിട്ട് കൊടുക്കുന്നു, ദെൻ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്നു. അതിൻ്റെ ആനിമേഷൻ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ സൗണ്ട് വേവ് നോർമലായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു മെറ്റീരിയലിൽ നിന്ന് അടുത്ത മെറ്റീരിയലിലേക്ക് പോകാൻ നേരത്ത് സൗണ്ട് വേവിന് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോവുക. റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ അറ്റ് നോർമൽ ഇൻസിഡൻസ്. When ultrasonic waves are incident at right angles to the boundary of two media of different acoustic impedance. അപ്പോൾ നമുക്ക് രണ്ട് മെറ്റീരിയൽ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളവും സ്റ്റീലും തന്നെ കരുതിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ നോർമലായിട്ട് ആ സർഫസിന് നോർമലായിട്ട് നമ്മൾ സൗണ്ട് വേവ് കൊടുക്കുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ദെൻ സം ഓഫ് ദ എനർജി ഈസ് റിഫ്ലക്റ്റഡ് ആൻഡ് ദ ബാലൻസ് ഈസ് ട്രാൻസ്മിറ്റഡ് അക്രോസ് ദ ബൗണ്ടറി. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ച് എമൗണ്ട് റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു, കുറച്ച് എമൗണ്ട് ആ മെറ്റീരിയലിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്നു. ഇപ്പോൾ നമ്മൾ ഒരു മെറ്റീരിയൽ എടുക്കുന്നു, ആ മെറ്റീരിയലിലേക്ക് നമ്മൾ നോർമലായിട്ട് സൗണ്ട് വേവ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോർഷൻ ഈ ഇൻ്റർഫേസിൽ തട്ടിയിട്ട് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ കുറച്ച് പോർഷൻ ട്രാൻസ്മിറ്റ് ചെയ്ത് താഴോട്ടും പോകുന്നു, ആ മെറ്റീരിയലിനകത്തൂടെ കടന്നും പോകുന്നു. ഓക്കെ, അതാണ് അതിനകത്ത് പറയുക. When ultrasonic waves are incident at right angles to the boundary of two media of different acoustic impedance, some of the energy is reflected and the balance is transmitted. The amount of ultrasonic energy is reflected or transmitted depends upon the acoustic impedance. നമ്മൾ പറഞ്ഞു എയറും
സ്റ്റീലും ആണെങ്കിൽ 99.9% റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എത്ര എമൗണ്ടാണ് ആ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര എമൗണ്ടാണ് ആ സ്പെസിമെനിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആ രണ്ട് മെറ്റീരിയലുകളുടെയും അക്കോസ്റ്റിക് ഇംപെഡൻസിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, ഇപ്പോൾ എയറും സ്റ്റീലും ആയിട്ടുള്ള കേസിൽ നമ്മൾ പറഞ്ഞു അറൗണ്ട് 99.9% റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എടുക്കുമ്പോൾ സ്പെസിമെനും അതുപോലെ കപ്ലൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് കപ്ലൻ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എയർ അല്ല, അത് ഓയിലോ വാട്ടറോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ എമൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യുക, ബാക്കി ഒരു മേജർ പോർഷനും ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നൊരു രീതിയിലായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുക. കാരണം നമ്മുടെ ഇവിടെ ഉദ്ദേശം ഈ സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യണം. സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനകത്തൂടെ സൗണ്ട് കടന്നു പോകണം. അങ്ങനെ കടന്നു പോകണമെങ്കിൽ ഇവിടെ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് മാക്സിമം കുറഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അക്കോസ്റ്റിക് ഇംപെഡൻസ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും നമ്മൾ കപ്ലൻറ്റിലും സ്പെസിമെനും തിരഞ്ഞെടുക്കുക. The amount of ultrasonic energy that is reflected or transmitted can be computed from the equation. നമ്മൾ രണ്ട് മെറ്റീരിയൽ എടുത്തു. ഒരു മെറ്റീരിയൽ അക്കോസ്റ്റിക് ഇംപെഡൻസ് Z1 വേറൊരു മെറ്റീരിയൽ അക്കോസ്റ്റിക് ഇംപെഡൻസ് Z2 ആണെങ്കിൽ എത്ര എമൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇക്വേഷനാണിത്. റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നതിൻ്റെ ഇക്വേഷനാണിത്. എത്ര എമൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്നു എന്നതിൻ്റെ ഇക്വേഷനാണ് ഇത്. ദെൻ ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്നു എന്നുള്ളത് നമുക്കറിയാം 1 - R ആയിരിക്കും. റിഫ്ലക്റ്റ് ചെയ്യുന്ന പോകുന്നത് -1 ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്നത്. R ഈസ് ദ റിഫ്ലക്ഷൻ കോയിഫിഷ്യൻറ്റ്, T ഈസ് ദ ട്രാൻസ്മിഷൻ കോയിഫിഷ്യൻറ്റ്, Z1 എന്ന് പറയുന്നത് മീഡിയം 1ൻ്റെ അക്കോസ്റ്റിക് ഇംപെഡൻസ്, Z2 എന്ന് പറയുന്നത് മീഡിയം 2ൻ്റെ അക്കോസ്റ്റിക് ഇംപെഡൻസ്. ദെൻ കമ്പയർഡ് ടു ലിക്വിഡ് ആൻഡ് സോളിഡ് മെറ്റീരിയൽസ് ഗ്യാസസ് ഹാവ് എ വെരി ലോ അക്കോസ്റ്റിക് ഇംപെഡൻസ് വാല്യൂ. നമ്മൾ പറഞ്ഞായിരുന്നു എയറിന് അക്കോസ്റ്റിക് ഇംപെഡൻസ് വാല്യൂ കുറവാണെന്നുള്ള കാര്യം. ദെൻ ഫോർ സ്റ്റീൽ എയർ ഇൻ്റർഫേസ് അത് നമ്മൾ പറഞ്ഞായിരുന്നു ദ കോയിഫിഷ്യൻ്റ് ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1. അതായത് നമ്മൾ സ്റ്റീൽ എയർ ഇൻ്റർഫേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ആറിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് 1 ആയിരിക്കും. 1 മീൻസ് ഒരു മേജർ പോർഷൻ അല്ലെങ്കിൽ അറൗണ്ട് 99 അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 99.9% അവിടെ റിഫ്ലക്ഷനേ സാധ്യതയുള്ളൂ. ട്രാൻസ്മിഷനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എയർ ഗ്യാപ്പ് ഉണ്ടാകാതിരിക്കാൻ ട്രാൻസ്ഡ്യൂസറിനും സ്പെസിമെനും ഇടയ്ക്ക് കപ്ലൻറ്റ് പോലും വെക്കുന്നത്. ദെൻ ഫോർ സ്റ്റീൽ എയർ ഇൻ്റർഫേസ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1. ഹെൻസ് ഓൺലി സൗണ്ട് ഫിനോമിന ഇൻ ലിക്വിഡ് ഓർ സോളിഡ് മെറ്റീരിയൽസ് ആർ കൺസിഡേർഡ്. ബൗണ്ടറീസ് വിത്ത് എയർ ക്യാൻ ബി റിഗാർഡ് ആസ് ബൗണ്ടറീസ് വിത്ത് വാക്വം. അപ്പോൾ എയറുള്ള പോർഷൻ എല്ലാം ഇത് സംഭവിക്കുന്നു, കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്ഷൻ നടക്കുന്നു. അപ്പോൾ ആ എയറുള്ള പോർഷൻ നമുക്ക് എന്തുമായിട്ട് എടുക്കാം? വാക്കുമായിട്ട് എടുക്കാം. കാരണം വാക്കുത്തിൽ കൂടെ സൗണ്ട് കടന്നു പോകത്തില്ല. ഓക്കെ, അപ്പോൾ എയർ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ വാക്വം എന്നൊരു കൺസെപ്റ്റിലേക്ക് എടുക്കാം. കാരണം 100% റിഫ്ലക്റ്റ് ചെയ്താണ് പോകുന്നത്. വെൻ സൗണ്ട് എനർജി ട്രാവലിംഗ് ഫ്രം എ ലിക്വിഡ് ഓർ സോളിഡ് മീഡിയം ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ ബൗണ്ടറി വിത്ത് എയർ ഓർ വാക്വം, ഓൾമോസ്റ്റ് ദ എൻറ്റയർ എനർജി ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ആൻഡ് ഈസ് യൂസ്ഡ് ആസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് UT ടെസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതായത് എവിടെയാണോ ഒരു എയർ വരുന്നൊരു കേസ് ഉണ്ടാകുക, അപ്പോൾ ആ എയർ ഉള്ള കേസിൽ അവിടെയുള്ള റിഫ്ലക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണ്. മീൻസ് 99.9% എയറും റിഫ്ലക്റ്റ് ചെയ്താൽ പോകുന്നത്. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എയർ വളരെ വളരെ കുറവാണ്. ഇതാണ് ഈ UT മെത്തേഡിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ നമ്മളിവിടെ കോയിഫിഷ്യൻറ്റുകളുടെ ബേസിൽ പറഞ്ഞു എന്ന് മാത്രം. R, T. ദെൻ റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ അറ്റ് ഒബ്ലീക്ക് ഇൻസിഡൻസ്. ഇനി നമ്മൾ സൗണ്ട് വേവിനെ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ടാണ് വിടുന്നതെന്ന് കരുതുക, നോർമലായിട്ടല്ല. പിന്നെ സൗണ്ട് വേവ് ഈസ് ഇൻസിഡൻറ്റ് അപ്പോൺ എ ബൗണ്ടറി ബിറ്റ്വീൻ 2 മീഡിയ ഓഫ് ഡിഫറിങ് ഇംപെഡൻസ് അറ്റ് ആൻ ആംഗിൾ അതർ ദാൻ ദ നോർമൽ. റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ടേക്ക് പ്ലേസ്. നേരത്തെ നമ്മൾ നോർമലായിട്ടാണ് വിടുന്നത്, അവിടെ റിഫ്ലക്ഷനും സംഭവിക്കുന്നു, അതുപോലെ ട്രാൻസ്മിഷനും സംഭവിക്കുന്നു, മെറ്റീരിയലിനകത്തൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. ഇനി നമ്മൾ എടുക്കുന്ന കാര്യം, നമ്മൾ സൗണ്ട് എനർജീനെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് വിടുന്നത്. ഇൻക്ലൈൻഡ് ആയിട്ടാണ് സൗണ്ട് എനർജീനെ കൊടുക്കുമ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ഒരു റിഫ്രാക്ഷൻ ഉണ്ടാകുന്നു. ഓക്കെ,
നേരത്തെ കേസിൽ നമ്മൾ സൗണ്ട് എനർജീനെ ഇങ്ങനെ സർഫസിന് പെർപെൻഡിക്കുലറായി കൊടുക്കുന്നതുകൊണ്ട് തന്നെ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ഉണ്ടാകുന്നു. ഇവിടെ നമ്മൾ സൗണ്ട് എനർജി ഒരു പർട്ടിക്കുലർ ആംഗിളിൽ കൊടുക്കുന്നതുകൊണ്ട് റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു, ദെൻ അതുപോലെ റിഫ്രാക്ഷനും ഉണ്ടാകുന്നു, ലൈറ്റിന് സംഭവിക്കുന്ന പോലെ. ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ relative velocity in the respective media. Then with the help of Snell's law we can determine the direction of the reflected and refracted waves. നിങ്ങൾക്കറിയാം സെൻസ് ലോ ഇതാണ്. സൈൻ തീറ്റ 1 ഇതാണ് തീറ്റ 1, ഇതാണ് തീറ്റ 2. സൈൻ തീറ്റ 1 ഡിവൈഡ് ബൈ സൈൻ തീറ്റ 2 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ VL1 VL2 സൗണ്ട് വേവിൻ്റെ വെലോസിറ്റി അറ്റ് മെറ്റീരിയൽ 1, സൗണ്ട് വേവിൻ്റെ വെലോസിറ്റി അറ്റ് മെറ്റീരിയൽ 2. അപ്പോൾ ഈ ഒരു ബേസിൽ നമുക്ക് എത്ര ആംഗിളാണ് തീറ്റ 1 അല്ലെങ്കിൽ തീറ്റ 2 കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. തീറ്റ 1 ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് റിഫ്രാക്ഷൻ. തീറ്റ 2 എന്ന് പറയുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. VL1 ആൻഡ് VL2 എന്ന് പറയുന്ന വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ മീഡിയം 1 and 2. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് റിഫ്ലക്റ്റഡ് വേവിൻ്റെയും റിഫ്രാക്റ്റഡ് വേവിൻ്റെയും ഒക്കെ നമുക്ക് ആംഗിൾ തീറ്റ 1 തീറ്റ 2 കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ സൗണ്ട് വേവ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് കൊടുക്കുക. ദെൻ മോഡ് കൺവേർഷൻ. വെൻ സൗണ്ട് ബീം സ്ട്രൈക്സ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ടു മെറ്റീരിയൽ ഹാവിംഗ് ഡിഫറൻറ്റ് അക്കോസ്റ്റിക് ഇംപെഡൻസ് അറ്റ് ആൻ ആംഗിൾ, മോഡ് കൺവേർഷൻ വിൽ ടേക്കൺ പ്ലേസ്. അതായത് ഈ ഒരു രീതിയിൽ നമ്മൾ സൗണ്ട് വേവ് ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ മെറ്റീരിയലിൻ്റെ ഈ രണ്ട് മെറ്റീരിയലുകളുടെയും ഇൻ്റർഫേസ്, ഈ ഇൻ്റർഫേസിൽ വെച്ച് ആണത് ഒരു വേവ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു, ഒരു വേവ് റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നു. ഈ റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്ന വേവിന് ഒരു മാറ്റം സംഭവിക്കുന്നു. എന്താണെന്ന് പറയുന്നത്, വെൻ ലോങ്ങിറ്റ്യൂഡിനൽ വേവ് ഈസ് സ്ട്രൈക്കിംഗ് ആൻ ഇൻ്റർഫേസ് അറ്റ് an angle, refraction takes place, and since the velocity of the sound is different for different modes of vibration, refracted sound beam is split into two sound waves. One travels as longitudinal wave and other travels as transverse wave. ഡയറക്റ്റൂടെ മനസ്സിലാക്കാം. നമ്മളിപ്പോൾ സൗണ്ട് വേവിനെ ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് കൊടുക്കുന്നത്. അത് നമ്മൾ കൊടുക്കുന്ന സൗണ്ട് വേവ് എന്ന് പറയുന്നത് ലോങ്ങിറ്റ്യൂഡിലാണ് എങ്കിൽ അത് റിഫ്രാക്റ്റ് ചെയ്തു പോകും. അങ്ങനെയെങ്കിൽ ആ റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്ന ബീം രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെന്ന് പറയുമ്പം അത് ഒരു ലോങ്ങിറ്റ്യൂഡിനൽ വേവും ഒന്ന് ഒരു ഷിയർ വേവും ആകും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. വെൻ ലോങ്ങിറ്റ്യൂഡിനൽ വേവ് ഈസ് സ്ട്രൈക്കിംഗ് ആൻ ഇൻ്റർഫേസ് അറ്റ് എൻ ആംഗിൾ, റിഫ്രാക്ഷൻ ടേക്കിംഗ് പ്ലേസ്. നമുക്കറിയാം റിഫ്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇനി അതല്ല, ആ റിഫ്രാക്റ്റഡ് സൗണ്ട് ബീം തന്നെ അപ്പോൾ റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടതാണ്. കാരണം ലൈറ്റ് സൗണ്ട് വേവിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നു. പക്ഷെ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ലോങ്ങിറ്റ്യൂഡിനൽ വേവ് ആണെങ്കിൽ ആ റിഫ്രാക്റ്റ് ചെയ്ത വേവ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകും. ഒന്ന് എന്ന് പറയുന്നത് ഒരു ലോങ്ങിറ്റ്യൂഡിനൽ വേവായിട്ട് മാറും, അടുത്തത് എന്ന് പറയുന്നതൊരു ട്രാൻസ്വേഴ്സ് വേവായി മാറും. ഓക്കെ, അപ്പോൾ ഒന്നെന്ന് പറയുന്നതൊരു ലോങ്ങിറ്റ്യൂഡിനൽ വേവും ഒന്നൊരു ട്രാൻസ്വേഴ്സ് വേവുമായിട്ട് മാറും. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓർത്തിരിക്കേണ്ടത്. ദെൻ റിഫ്രാക്ഷൻ റെഫേഴ്സ് ടു ദ, നമുക്കറിയാം, ട്രാൻസ്മിറ്റഡ് പോർഷൻ ഓഫ് സൗണ്ട് എനർജി അറ്റ് ദി ഇൻ്റർഫേസ്. എന്താണ് റിഫ്രാക്ഷൻ നമ്മൾ കണ്ടു. ദെൻ ഡൈവേർജൻസ് ഓർ ബീം സ്പ്രെഡിങ്. ജനറലി സൗണ്ട് വേവ് നമുക്കറിയാം, സൗണ്ട് വേവ് ട്രാൻസ്ഡ്യൂസറാണ് സൗണ്ട് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സൗണ്ട് വേവ് ട്രാവൽ ചെയ്യും തോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നു. കാരണം അത് സ്പ്രെഡ് ചെയ്ത് പോകുന്നു. ഒരു കോണിക്കൽ ഷേപ്പിൽ അത് സ്പ്രെഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഗ്രാജുവലി കുറയുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ആ സ്പ്രെഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ഡൈവേർജൻസ് അല്ലെങ്കിൽ ബീം സ്പ്രെഡിങ് എന്ന് പറയുന്നത്. വെൻ സൗണ്ട് പാത്ത് sound wave generated by a transducer will travel in a straight line until it encounters a material boundary. When the sound path length is longer than the near field distance, the beam diameter increases in relation with the distance. ഉദാഹരണം, വളരെ തിക്നെസ് കൂടിയ ഒരു മെറ്റീരിയലിൽ കൂടെ
നമ്മുടെ സൗണ്ട് വേവ് പോവുകയാണ്. അപ്പോൾ സൗണ്ട് വേവ് പോകും തോറും അതിൻ്റെ ആ സ്പ്രെഡിങ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. അതായത് ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അത് സ്പ്രെഡ് ആകുന്ന റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ വളരെ ചെറിയ തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ സൗണ്ട് വേവിനുണ്ടാകുന്ന സ്പ്രെഡ് കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു വളരെ കൂടിയ തിക്നെസ് ഉള്ള ഒരു മെറ്റീരിയൽ. ഇപ്പോൾ ഈ കാണുന്നതാണ് ട്രാൻസ്ഡ്യൂസർ. ഔത്തിൽ നിന്ന് സൗണ്ട് വേവ് വരുന്നു. ആ സൗണ്ട് വേവ് ട്രാവൽ ചെയ്യും തോറും അതിൻ്റെ ആ സ്പ്രെഡ് അത് കൂടുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ബീം ഇൻറ്റൻസിറ്റി. ബീമിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്കറിയാം, നേരത്തെ നമ്മൾ കണ്ടു സൗണ്ട് വേവ് സ്പ്രെഡായി പോകുന്നു എന്നുള്ളത്. അപ്പോൾ സ്പ്രെഡായി പോകും തോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. അതായത് ഇവിടെയുള്ള സൗണ്ട് ഇൻറ്റൻസിറ്റി ആയിരിക്കില്ല ഈ ഒരു ഡിസ്റ്റൻസിൽ. അൾട്രാസോണിക് വേവ് ഈസ് ജനറേറ്റഡ് ബൈ എ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ. നമുക്കറിയാം ദ വേവ് ജനറേറ്റഡ് ഈസ് എ കോണിക്കൽ ബീം ഹാവിങ് എ ബ്രീം സ്പ്രെഡ്. അപ്പോൾ ആ ബീം ഇങ്ങനെ ഗ്രാജുവലി സ്പ്രെഡായി വരുവാണ്. സോ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ബീം ഡിക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ബീം ഇൻക്രീസസ്. ഈ കാണുന്ന രീതിയിൽ നമുക്ക് കേട്ടോ, ഈ കാണുന്ന രീതിയിൽ നമുക്ക് ആദ്യം സൗണ്ട് വേവ് പോകുന്നു, ഗ്രാജുവലി ഡിസ്റ്റൻസ് കവർ ചെയ്യും തോറും ആ ബീം സ്പ്രെഡായി പോകും തോറും സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഗ്രാജുവലി കുറഞ്ഞു വരുന്നു. അതാണ് സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി ഗ്രാജുവലി കുറഞ്ഞു വരുന്നു ഡിസ്റ്റൻസ് കൂടുന്തോറും.